ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു മാരേജ് വ്ളോഗാണ്. മാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മീരാനന്ദൻ നമ്മുടെ മുല്ല സിനിമയിലൊക്കെ അഭിനയിച്ച ദിലീപിൻ്റെ നായികയായിട്ട് അഭിനയിച്ച മീരാനന്ദൻ്റെ മാരേജാണ്. അപ്പോൾ ഈ മീരാനന്ദനെ കല്യാണം കഴിക്കുന്നത് എൻ്റെ ചേട്ടനുണ്ട്, ഒരു കസിനായിട്ട് വരും. അപ്പോൾ ചേട്ടനാണ് കല്യാണം കഴിക്കുന്നത്. അതാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് പോകുന്നത്. അങ്ങനെ പിന്നെ ട്രെയിനിൽ കയറി ഞങ്ങൾ എറണാകുളം ടൗണിലെത്തി. വർക്കല ശിവഗിരി ടു എറണാകുളം ആയിരുന്നു. ജനശതാബ്ദി എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങൾ പോയത്. സ്റ്റേ വന്നിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് എടപ്പള്ളിയിലുണ്ടായിരുന്നു. അപ്പം ആ അങ്കിളുടെ വീട്ടിലായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അവിടെ എത്തിയത് മാരേജിൻ്റെ തൊട്ട് രാവിലെ തന്നെയാണ്. ആ ദിവസം രാവിലെ തന്നെയാണ് ഞങ്ങൾ എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ റൂമിൽ പോയി കുറച്ചൊന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കല്യാണം വന്നിട്ട് 12 to 12:50 സോ ഇതാണ് എൻ്റെ അമ്മ, അതിനകത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഒരു ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ കല്യാണ സ്ഥലത്തിലേക്ക് എത്തി. ഓഡിറ്റോറിയത്തിൻ്റെ നെയിം ഞാൻ പറഞ്ഞ പോലെ ഓർക്കുന്നില്ല. സോ ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഒരു ചമ്മലും എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആകെ ഒരു വെപ്രാളവും പരിവേഷവും ഒക്കെ തന്നെ ആയിരുന്നു. സോ ഈ ഒരു ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്, ഭാസ്കരീയം എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. സോ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ആദ്യം കുറച്ച് മീഡിയാസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ചേട്ടൻ എത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞാണ് ചേട്ടൻ എത്തിയതും കാര്യങ്ങളൊക്കെ. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് നസ്രിയ ഉണ്ടായിരുന്നു, ആൻ അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. ഉള്ളൂ
തന്നെ ഒരു ത്രെഡ് പോലെ കുറച്ച് സോങ്സ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വയലിൽ വായിച്ച് പാട്ടുകൾ വായി നല്ല രസമായിട്ട് കേൾക്കാനായിട്ട് നമുക്ക് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാമല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം സമയത്ത് ഞങ്ങൾക്കൊരു വീട് വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അറിയായിരിക്കും കളിവീട് സീരിയൽ സൂര്യ ടി വിയിലെ. അപ്പം അതിലെ അർജുൻ എന്ന കഥാപാത്രം ബേസിക്കലി നിതിൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് ഞങ്ങളൊന്ന് പോവാണ്. കാരണം ആ സീരിയൽ ചെയ്യുന്ന എൻ്റെ അച്ഛനാണ്. അപ്പം അച്ഛനുമായിട്ട് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു. ഒരു വൈകുന്നേരം സമയത്തായിരുന്നു അങ്ങോട്ട് വിസിറ്റ്. അപ്പോൾ ചേട്ടൻ പുതിയ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ട് വിസിറ്റ് ചെയ്യാനാണ് പോയത്. ആ നിൽക്കുന്നതാണ് നിതിൻ ചേട്ടൻ. അപ്പം അവിടെ ചെന്നിട്ട് നല്ല വലിയ സൽക്കാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചേട്ടൻ്റെ കുട്ടിയുടെ കളിക്കുകയൊക്കെ ചെയ്തു. സോ ആ ടൈമിൽ വേൾഡ് കപ്പ് നടക്കുമായിരുന്നു, T20. അപ്പോൾ അതൊക്കെ കണ്ടു. സോ അതാണ് ചേട്ടൻ്റെ കുട്ടി. ആൻഡ് ഇത് അവിടുത്തെ പട്ടിക്കുട്ടനാണ്. അവൻ ബേസിക്കലി ഷിറ്റ്സു ആണ്. അവൻ്റെ ഡാൻഡ്രഫൊക്കെ പോയത് കാരണം അവൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കുട്ടപ്പനായിട്ട് വെച്ചേക്കുവാണ്. സോ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് വേൾഡ് കപ്പും ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതാണ് ആ സീരിയൽ, സൂര്യ ടി വിയിലാണ്. സോ ഇതാണ് ചേട്ടൻ. സോ അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. അവിടെ നിന്ന് പിന്നെ പതുക്കെ ഇറങ്ങുകയാണ് ചെയ്തത്. സോ വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ അറിയാമായിരിക്കുമല്ലോ, ഭയങ്കര ത്രില്ലൊക്കെ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ച് ചേട്ടൻ തന്നെയാണ് ഫ്ലാറ്റിൽ കൊണ്ടാക്കിയത്. അപ്പം ഇന്നത്തെ ആ ഒരു ഡേ എന്ന് പറയുന്നത് മൊത്തത്തിലും നല്ല ഒരു ഡേ ആയിരുന്നു. ചേട്ടനെ പേഴ്സണലി കാണാൻ പറ്റിയതും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ടി വിയിൽ മാത്രമാണല്ലോ കാണുന്നത്. അപ്പം നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡേയുടെ അറ്റയർ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് റിസപ്ഷനാണ്. അപ്പോൾ റിസപ്ഷൻ വൈകുന്നേരമായിരുന്നു, 30th ആയിരുന്നു. അത് ഒരു ബോൾഗാട്ടി റിസോർട്ട് പാലസിൽ വച്ചിട്ടായിരുന്നു. സോ ആ ദിവസം തന്നെയായിരുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. അപ്പം ബർത്ത്ഡേക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ഒരു അങ്കിളുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അപ്പം ചേട്ടൻ്റെ ആ അങ്കിളിൻ്റെ മോളാണ്, ബേസിക്കലി അത് നീയ ചേച്ചിയാണ്. ഇതും കുറച്ച് പേർക്ക് അറിയായിരിക്കും, പണ്ടത്തെ കല്യാണി സീരിയൽ അറിയാവുന്നവർക്ക് അറിയായിരിക്കും നീയ ചേച്ചി. അപ്പം നീയ ചേച്ചിയുടെ അച്ഛനാണ്, അച്ഛൻ്റെ വീട്ടിൽ, അതായത് നീയ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ. സോ ഒരു സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, അമ്മയ്ക്ക് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു. അത് നല്ലൊരു രസമായിരുന്നു. അപ്പം ഇത് ചേച്ചിയുടെ ഇളയ മോനാണ്. സോ അവന് ഈ മലയാളം അറിയത്തില്ല, അവൻ ഇംഗ്ലീഷ് മാത്രമേ അറിയാം. വന്നപ്പോൾ തൊട്ട് അവൻ കേക്ക് മുറിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ബർത്ത് ഡേയും കൂടെ ആയിരുന്നു അത്. ഇതാണ് അങ്കിള്, നീ ചേച്ചിയുടെ അച്ഛൻ, ജോൺ മാത്തായ അങ്കിൾ. അതാണ് ചേച്ചി. ആ സൈഡിൽ നിൽക്കുന്നത് ചേച്ചിയുടെ മൂത്ത മോനാണ്. സോ ആ ഒരു ഈവനിങ്ങും നല്ലൊരു ഈവനിങ്. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. സോ ഇവർ UK-ലായിരുന്നു, അപ്പം നാട്ടിലോട്ട് വന്നു. ചേട്ടൻ ഇപ്പോൾ USA ജോലിയുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പോവും. സോ ഇത് നീ ചേച്ചിയുടെ അമ്മയാണ്. അങ്ങനെ ആ ദിവസം അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റിസപ്ഷനിലോട്ട് പോവുകയാണ് ചെയ്തത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ പോവാണ്. നിങ്ങൾ എല്ലാവരും സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം എല്ലാവർക്കും എന്നെ കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെരി വെരി വാം ഗുഡ് ഈവനിങ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ്, വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം. ആക്ച്വലി ഈ ആഘോഷങ്ങളൊക്കെ സെപ്റ്റംബറിൽ ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് മുതൽ നമ്മൾ കാത്തിരിക്കുന്നതാണ്. 26 നമ്മൾ ഓൾറെഡി തുടങ്ങി. 27th we had the haldi in the morning, the sangeet in the evening, and ladies and gentlemen, Mr. and Mrs. Sriju right there proceeding to the venue. Make some noise for them, please. Come on.
അത് മാത്രമേ വിഷയമുള്ളൂ. കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഓൺ ബിഹാഫ് ഓഫ് എവറിബഡി പ്രസന്റ് ഹിയർ, may both of you have a fantastic married life, lots and lots of love and joy your way, and may it be an ever never ending one. Okay, right, so അത്രയേ ഉണ്ടായുള്ളൂ. നിങ്ങൾ For me, darling, just dive right in. And she got a, because even though she was resisting to get married, ലതയും കൂടിയിട്ട് റോൾ ഔട്ട് ചെയ്തു. പിന്നെ അതിങ്ങനെ മെറ്റീരിയലൈസ് ചെയ്തു. ഇതൊക്കെ ഒരു എന്തോ ഒരു നിമിത്തം. very own Lalita here to bless the couple. Welcome, Lalita. അങ്ങനെ ഇതായിരുന്നു റിസപ്ഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും, കല്യാണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇത്രയും ആക്ടേഴ്സിനും ആക്ട്രസിനൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷം, എന്തൊക്കെയോ ലൈഫിൽ നേടിയൊരു ഫീലിംഗ് തന്നെയായിരുന്നു അത്, കറക്റ്റ് പറയാലോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ റിസപ്ഷൻ ഒരു 8-8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.